നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എഴുതാതിരുന്നത് ഓർക്കാഞ്ഞിട്ടല്ല, ജീവിതം മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ പലതിനും സമയം കിട്ടാതെ വരുന്നു. പ്രിയപ്പെട്ട ആരാധികയ്ക്ക് സുഖമാണോ? സുഖമായിട്ട് പോകുന്നു. അവിടെയും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാമല്ലോ അല്ലേ? ഞാനിടയ്ക്ക് ഓരോ കത്തുകൾ അയക്കാറുണ്ട്, മറുപടിയൊന്നും കിട്ടാറില്ല. എഴുതിയിട്ട കത്തുകൾക്ക് മറുപടി വരാതാവുമ്പോൾ മനസ്സിൽ എന്തോ ഒരു ചെറിയ വിഷമം അതെന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷേ സാധാരണ എഴുതുന്ന കത്തിന് മറുപടി വരുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. പക്ഷേ തന്റെ കാര്യത്തിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓരോ വരി എഴുതുമ്പോഴും സമാധാനത്തിന്റെ ഒരു കാറ്റ് വീശുന്നുണ്ട് മനസ്സിൽ. അതാ എനിക്ക് ഏക ആശ്വാസം. മധുരനൊമ്പരക്കാറ്റ് വായിച്ചതിനു ശേഷം കാറ്റിനോട് എനിക്ക് ഏറെ പ്രിയമാണ്. കാറ്റിന്റെ ശബ്ദം താങ്കളുടെ കവിതയുടെ മൂളലായിട്ടാ എനിക്ക് തോന്നാറ്. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കുളിരുള്ളൊരു തലോടൽ പോലെ അതെനിക്ക് തരുന്ന ആശ്വാസം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ജീവിതം കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഓരോ പ്രായത്തിലും ഓരോരുത്തരാണ് നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയില്ലേ? ആദ്യം അച്ഛനമ്മമാര്, പിന്നെ നമ്മൾ തന്നെ, പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവര്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞ്. അങ്ങനെ ഒരു നിയന്ത്രണത്തില് ഞാനിപ്പോ. ഞാനിപ്പോൾ പൂർണ്ണമായും മോളുടെ നിയന്ത്രണത്തില് അവൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവളുടെ കളിയും ചിരിയുക ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പ്രചോദനം. മോൻ ഭയങ്കര കുസൃതിയാ. അവന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? എന്ത് കാര്യത്തിനെ കുറിച്ചും വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ഉത്തരം മുട്ടിപ്പോവും. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ അവൻ ചോദിക്കുന്നതിലൊക്കെ അർത്ഥമുണ്ടെന്ന് തോന്നും. ചിലപ്പോ അവനും ഇദ്ദേഹത്തെ പോലെ അർത്ഥമുള്ള വരികൾ എഴുതാൻ തുടങ്ങുമായിരിക്കും, അല്ലേ? അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കരുണയും സ്നേഹവുമുള്ള വരികളിലൂടെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന നല്ലൊരു എഴുത്തുകാരനാവട്ടെ അവനെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.